ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഒരാളുമായിട്ട് ഇഷ്ടത്തിലാണെങ്കിൽ ആ വ്യക്തിയെ ചിലപ്പോൾ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരണോ അതല്ല വിവാഹം കഴിക്കണോ എന്നൊക്കെ പല ആളുകളും ഒരു സംശയത്തിൻ്റെ വക്കിലായിരിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ അവരുടെ പെരുമാറ്റമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇയാൾ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവുമോ, അതൊരു ട്രാജഡി ആവോ എന്നൊക്കെ ചിന്തിക്കുന്ന പല ആളുകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്തതാവാം, ചിലപ്പോൾ ഇഷ്ടം കൊണ്ട് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കാം. എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് റെഡ് ഫ്ലാഗ്സ് ആണ്, അഥവാ ഒരു 3 തരത്തിൽ സ്വഭാവമുള്ള ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ ലൈഫിലോട്ട് വലിച്ചു കൊണ്ടുവന്ന് നമ്മുടെ പാർട്ട്ണറൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എങ്ങനെയുള്ള ആളുകളാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ് അഥവാ ഒരു തുടങ്ങിയിട്ടൊക്കെ ഉള്ളൂ, നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ വ്യക്തി എപ്പോഴും അയാളുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നന്നായിട്ട് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. അയാളുമായി ചിലപ്പോൾ യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഒരു ട്രാഫിക്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിനെ പറ്റിയിട്ടാവാം. നമ്മൾ പോണ സമയത്ത് ഒരു ആക്സിഡൻറ്റ് കണ്ടു, അപ്പോൾ ആ ആക്സിഡൻറ്റിനെ പറ്റി ഇങ്ങനെ വേറെ ആളുകളെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അതല്ല, വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ തൊട്ടടുത്ത് വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും കേട്ടൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ, അതൊക്കെ വെച്ചിട്ട് ആളുകളെ ഇങ്ങനെ എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കുക, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ അവർ സ്വയം യാതൊരു വിധത്തിലും അവരുടെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കത്തില്ല. ആ കുറ്റം മുഴുവൻ മറ്റുള്ളവരുടെ ദേഹത്തേക്ക് ഇട്ടുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, അഥവാ മറ്റുള്ളവരെ കുറിച്ച് തന്നെ ആയിരിക്കും കാര്യമായിട്ട് സംസാരിക്കാനുണ്ടായിരിക്കുക. അവരെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഇങ്ങനെയുള്ള ആളുകൾ ഒരാളുടെ റിലേഷൻഷിപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയാം. എൻ്റെ സൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ചുമയായതുകൊണ്ടാണ്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവരുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ അവരിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതിൻ്റെ ഒരു ഔട്ട്, അല്ലെങ്കിൽ അത് അവരിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ട് അവരുടെ മൂഡിൽ വളരെയധികം ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് കാരണത്താൽ ആ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അനുഭവപ്പെടുക. അങ്ങനെ ഉണ്ടെങ്കിലും അത് ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കളി സീസണൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചില ആളുകൾ ഞാൻ അർജൻറ്റീന ഫാനാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രസീൽ ഫാനാണ് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ആ ഒരു എവിടെയോ നടക്കുന്ന ഒരു കളിയാണ്, ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ആ ടീമിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു ടീം അതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ ആ ഒരു ടീം അവിടെ തോൽക്കുമ്പോൾ നിങ്ങളിവിടെ മൂഡ് ഓഫ് ആവുന്നു, കുറച്ച് ദിവസം പണിക്ക് പോകുന്നില്ല, വേറെയുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു പ്രശ്നമാണ്, അല്ലേ? അങ്ങനെ നമുക്ക് ചുറ്റും നമ്മുടെ ലൈഫുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പല കാര്യങ്ങളും നടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആവുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജോലി സ്ഥലത്ത്, മറ്റേ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഉദാഹരണമാണ് പറയുന്നത്, ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്കൊരു നല്ല മൂഡായിരിക്കും. ചിലപ്പോൾ ബോസിൻ്റെ അടുത്ത് നിന്ന് ഒരു ദിവസം ഫയർ കിട്ടുകയാണെങ്കിൽ അന്ന് വീട്ടിൽ വന്നിട്ട് വഴക്കിടുക, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആ ഒരു മൂഡ് മാറിയിട്ട് ഇങ്ങനെ കുറേ സമയം നടക്കുക. കുറച്ച് ഹാങ് ഓവർ എല്ലാവർക്കും ഉണ്ടാവില്ല ചീത്തയൊക്കെ കേട്ട് കഴിഞ്ഞാൽ, പക്ഷെ അതൊരു സമയം കഴിഞ്ഞാൽ മാറും. അങ്ങനെയല്ലാതെ അത് തന്നെ ആ മൂഡിൽ തന്നെ കുറച്ച് ദിവസം ഇങ്ങനെ പോവുക, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. ഞാൻ 2 ഇൻസിഡൻറ്റ് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടും. അഥവാ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അവർക്ക് ചുറ്റും നടക്കുന്ന എന്തെങ്കിലും കാര്യത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അയാളുടെ മൂഡ് എപ്പോഴും ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള ആളുകൾ ഇമോഷണലി മെച്യൂരിറ്റി ഉള്ള ആളുകളാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ റിലേഷൻഷിപ്പിൽ അത്രത്തോളം ഇൻവോൾവ്ഡ് ആക്കേണ്ട, കുറച്ച് അകറ്റി നിർത്തുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാവും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, മൈൻഡ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് വിഷയമൊന്നുമില്ല, അല്ലാത്ത ആളുകൾ അകറ്റി നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതുപോലെ തന്നെ
ഇമോഷണലി മെച്യൂരിറ്റി ഇല്ലാത്ത മൂന്നാമത്തെ ഒരു ടൈപ്പ് ആളുകളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അതിനവർ തിരിച്ച് പണി തരിക എന്ന് പറഞ്ഞാൽ ഒരു റിവഞ്ച് മൈൻഡ് സെറ്റ് ആയിരിക്കും. നിങ്ങളെ പണിഷ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കുണ്ടായ ആ ഒരു പെയിൻ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യുന്നതിന് പകരം ഒരു പണിഷ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരേണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം ലേറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും ഭയങ്കരമായിട്ട് ലേറ്റ് ആക്കുക. ഇനി അതല്ല വേറൊരു എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. അത് കുറച്ച് നേരം ചിലപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. എസ്പെഷ്യലി പ്രണയത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആണല്ലോ. എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ ഇനി ഒരാഴ്ചത്തേക്ക് ഞാൻ മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരാഴ്ചത്തേക്ക് സൈലൻറ്റ് മോഡിലോട്ട് അങ്ങോട്ട് പോയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് മെച്യൂരിറ്റി ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ക്യാരക്ടറിൽ വരുന്നൊരു 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇപ്പം ഞാൻ സ്പെഷ്യലി എടുത്ത് പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ വലിച്ച് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാതിരിക്കുകയാണ് നല്ലത്. പരിചയപ്പെടുന്നത് കൊണ്ടോ ഇടപഴകുന്നത് കൊണ്ടോ ഒന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ സ്വന്തമായിട്ട് പാർട്ണറായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ഒരു നെഗറ്റീവ് മൂഡായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒന്നുകൂടി ജസ്റ്റ് ഞാൻ സിമ്പിളായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പറഞ്ഞു പോയത്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെയൊക്കെ എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതിൻ്റെ ഒരു മൂഡായിരിക്കും അവരുടെ ആ ഒരു സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഇപ്പം മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, എന്തെങ്കിലും അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിന് തിരിച്ച് പണിഷ്മെൻറ്റ് തരുന്ന ഒരു രീതിയിലായിരിക്കും അവരുടെ ക്യാരക്ടർ. ഇങ്ങനെയുള്ള ആളുകളെ മെച്യൂരിറ്റി ഇല്ലാത്ത ആളുകൾ എന്നാണ് നമ്മൾ പറയുന്നത് റിലേഷൻഷിപ്പിൻ്റെ ഒരു കേസ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഞാൻ അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളും ആഗ്രഹങ്ങളും അവളിപ്പോൾ ഇങ്ങോട്ടേക്കാണ് എന്നോട് പറയണത്. ലൈഫ് ലോങ് എൻ്റെ കൂടെ വേണം, എന്തെല്ലാം കാര്യങ്ങൾ പറയണ്ടെന്ന് അറിയാം. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡും ഹാപ്പിയാണ് മാമേ. ഒരുപാട് 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 എന്നെ ജീവനാണ്. എന്തൊക്കെയാണ് എനിക്ക് പറയുന്നറിയാം, എന്താ പറയാ, നീ എന്നെ ഇട്ട് പോയാലും എനിക്ക് പറ്റില്ല, അങ്ങനെയാണ് എന്തെല്ലാം പറയണ്ടെന്ന് അറിയോ മാമേ. ഓൾ റിസൾട്ട് ഓഫ് നമ്മുടെ ആ ഒരു കോഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാം.